പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പല വിഷയങ്ങളിൽ ഇപ്പോൾ മലയാളം, സയൻസ്, സോഷ്യൽ ഇതൊക്കെ ഈ കൃഷി രീതികളാണ് ഇന്നത്തെ പാഠ്യപദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊരു വയലിലേക്ക് ഇവരെ ഒരു ഫീൽഡ് ട്രിപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ പലരും ഏതാണ്ട് പകുതിയിൽ കൂടുതൽ കുട്ടികളും ഈ ഇതാണ് ഞാറ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നെല്ല്, നമ്മൾ കഴിക്കുന്ന അരി ഇങ്ങനെയാണ് ലഭിക്കുന്നത്, അവർ ഒരുപാട് അതിശയം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഒരു നെൽകൃഷി സംരംഭം ഞങ്ങൾക്ക് ഏറ്റെടുക്കാം. അതിനെന്ത് തന്നെ വിഷമങ്ങളുണ്ടായാലും ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങളത് ഏറ്റെടുത്തു. ഈ ഘട്ടം വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാറ്റുവേല മഹോത്സവം നടക്കുന്നു. അടുത്ത കൊയ്ത്തുത്സവം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും കുട്ടികൾ പഠനത്തിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ ഇതൊരു വലിയ സഹായമാകുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് ആദ്യം മുതലേ ഒരു കർഷകൻ്റെ മേൽനോട്ടമുണ്ട്. അപ്പം അവിടെ ഞാറ്റടി ഉണ്ടാക്കുന്നതിന് തന്നെ കുട്ടികളാണ് വിത്ത് മുളപ്പിച്ച് പാകിയത്. വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക മാത്രമേ ഈ കർഷകൻ്റെ ജോലിയുള്ളൂ. കുട്ടികൾ തന്നെ പാകി കുട്ടികൾ തന്നെയാണ് ഈ ഞാറിന് വിത്തിന് കാവലിരുന്നത്. കാരണം കിളിയെ ഓടിക്കാൻ വേണ്ടിയൊക്കെ ഒരു 2 പീരീഡ് വീതം ക്ലാസ് ഈ പാഠഭാഗങ്ങൾക്കുള്ള ആ തണലിലേക്ക് മാറ്റി അധ്യാപകരും കുട്ടികളും കൂടെ അവിടെ ക്ലാസ് എടുത്ത് അതോടൊപ്പം കിളികളെ കൊത്തിപ്പറക്കാൻ വന്ന കിളികളെ ആട്ടി ഓടിച്ച് അങ്ങനെയാണ് അവരാ ഞാറാക്കിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് അവർ ഈ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഒരുക്കുന്നതിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ തന്നെയായിരുന്നു പൂർണ്ണമായിട്ടും മരം പിടിക്കുന്നതിനും എല്ലാ കാര്യത്തിലും അവരായിരുന്നു ഇന്നലെ മൊത്തം പൂർണ്ണമായിട്ട് ഇത് സഹകരിച്ചിരുന്നത്. എത്ര സെന്റത്തിൽ ഇപ്പോൾ 50 സെന്റോളം സ്ഥലമുണ്ട്. 50 സെന്റ് സ്ഥലമുണ്ട്. ഇപ്പോൾ ഈ അധ്യയന വർഷം തന്നെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ ഈ 50 സെന്റ് സ്ഥലത്ത് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൽ നിന്ന് കിട്ടുന്ന നെല്ല് കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉച്ചഭക്ഷണത്തിൽ ഈ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന അരി മാറ്റി ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങളുടെ ഈ നെല്ല് അരിയാക്കി അവർ ആ സ്വാദിഷ്ടമായ ഭക്ഷണം ആസ്വദിക്കുന്ന ആ ഒരു സുവർണ്ണ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കൂടുതൽ നിലങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ആ നിലത്തിന്റെ ഉടമസ്ഥർ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ഏറ്റെടുത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എന്തുമാത്രം വിജയം ആകും എന്നുള്ളതിനനുസരിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത പ്രോജക്റ്റായിട്ട് ഇത്തരം തനത് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷിത്തോട്ടങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാനും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ആദ്യ കാര്യമായിട്ട് നല്ല അനുഭൂതി. അപ്പോൾ ഇനിയും വേണ്ട കൂടുതൽ നിലങ്ങൾ കൃഷി നടത്താനുണ്ട് സാധ്യതയുണ്ട്. ഇതിൽ കൂടി ഞങ്ങൾക്ക് അധ്വാനത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാകാൻ സാധിച്ചു.